ആരാ റിയലി റിച്ച്? സത്യത്തിൽ പറഞ്ഞ അങ്ങനെ ഒരു സംഗതി ഇല്ല. ദർ ഈസ് നത്തിങ് കോൾഡ് റിച്ച്. കാരണം അങ്ങനെ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും? മനസ്സിന് സുഖം തോന്നുന്ന, സന്തോഷം തോന്നുന്ന ഏതോ ഒരവസ്ഥയ്ക്കാണ് റിച്ച്നെസ് അല്ലെങ്കിൽ വെൽത്ത്, വെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. വെൽത്തി ബൈ ഹാർട്ട്. വെൽത്തി ബൈ ലോക്കർ ആണെങ്കിൽ അല്ലെങ്കിൽ ബൈ ബാങ്ക് ആണെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല, പേടിയായി, ഭയങ്കര പേടിയായി. അതുകൊണ്ട് കാശ് വേണമെന്നോ വേണ്ടെന്നോ അല്ല പറഞ്ഞത്. നമ്മളതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അബണ്ടൻസ്, സമൃദ്ധി. സമൃദ്ധിയുടെ ഒരു ലെവലിൽ ഒരാൾ എത്തുക എന്നുള്ളതാണ്. അത് ബാങ്കിന്റെ വലിപ്പം, ബാങ്കിലെ കെട്ടുകളുടെ നോട്ടുകളുടെ വലിപ്പം നോക്കിയിട്ടല്ല, മനസ്സിലെ കെട്ടുകളാണ്. മനസ്സിൽ ഫീലിംഗ് ഓഫ് വെൽത്തി ഫീലിംഗ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, അല്ലെ മലയാളത്തിലാണ് ഈ സമൃദ്ധി എന്ന് പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ അബണ്ടൻസ് എന്ന് പറയും. ആ ഒരു ഫീലിംഗ് ഉള്ളവർക്ക് മാത്രമേ സന്തോഷം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ NLPയിലെ ഒരു ടൂൾ ഉപയോഗിച്ച് ആ അബണ്ടൻസ് ഫീലിങ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതൊരു വേറെ ഒരു കൺസെപ്റ്റാണ്. ഒരാളൊരു കടയിൽ പോയി ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു പെർഫ്യൂം വേണം, ക്വാളിറ്റിയുള്ള സാധനം, നല്ലൊരു സാധനം. പിന്നെ ആ ലേഡി ഒരു കുപ്പി പെർഫ്യൂം എടുത്ത് കൊടുത്തു. വില എന്താ പറഞ്ഞു? 2000 rupees. പിന്നെ ഈ മനുഷ്യന്റെ കണ്ണ് തള്ളി. 2000 രൂപയുടെ പെർഫ്യൂമോ, ഇതെന്നാ സാധനം? ഇങ്ങനെ ഒരു സാധനമുണ്ടോ, ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന്. ഇതിലും ചീപ്പായിട്ടുള്ള ഇല്ലേന്ന് ചോദിച്ചു. പറഞ്ഞു 1000-ന്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നീട്ടി. ഓ, 1000 രൂപയോ? 1000 രൂപയോ? ഐ കനോട്ട് അഫോർഡ്. ആശാൻ വലിയ കാറില വന്ന് ഇറങ്ങിയതാ, പക്ഷെ 1000 രൂപയ്ക്ക് അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ലേഡി എന്ത് ചെയ്തു, ഒരു 500 രൂപയുടെ പെർഫ്യൂം എടുത്ത് കൊടുത്തു. ഈ 500 രൂപ ഒന്നും പറ്റിയല്ല, ഇതൊക്കെ ഇസ് ടു മച്ച്. ഇതിലെ ഏറ്റവും ചീപ്പായിട്ടുള്ള, ഈ കടയിലെ ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം തരാമെന്ന് ചോദിച്ചു. പിന്നെ ആ കടയുടെ ഉടമസ്ഥ ഇങ്ങനെ ഒരു മിറർ എടുത്തിട്ട് അയാളുടെ മുഖം കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഈ കടയിലുള്ളതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള ആ പടം ഇതാണ്, ആളിതാണ്. ഇതിലും ചീപ്പായിട്ട് ഒരാളിനെ കിട്ടുകയായിരുന്നു. അപ്പൊ ഈ ചീപ്പ് അല്ലെങ്കിൽ റിച്ച് അല്ലെങ്കിൽ അബണ്ടൻസ് എന്ന് പറയുന്നത് അളക്കാൻ പറ്റുന്ന സാധനമല്ല. ഇറ്റ് കനോട്ട് ബി മെഷേർഡ് അറ്റ് ഓൾ. ഇറ്റ്സ് എ ഫീലിംഗ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൊച്ചു കൊച്ചു പോയിന്റ്സ് വരെ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് അബണ്ടൻസ് എന്ന് മനസ്സിലാകും. അത്രയേ ഉള്ളൂ. ഈ ക്ലാസ് കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ അബണ്ടൻസ് ഫീലിംഗ് ഇരിക്കുന്ന ആളാണെങ്കിൽ യു ആർ അബണ്ടൻസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സ്കേഴ്സിറ്റിയിലായിരിക്കുന്നത് കൂട്ടത്തൽക്കാലം ഇപ്പോൾ. അത് എല്ലാവരും ഒന്ന് കണ്ണട ചെയ്ത് പ്രാക്ടിക്കലും കൂടെ കൂടിയ കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. വീഡിയോ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഒന്ന് കണ്ണടച്ചു. കാരണം നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കണം. അപ്പോൾ വീഡിയോ പറ്റുന്നവർ തുറന്നോളൂ, പറ്റാത്തവർ അടച്ചു തന്നെ ഇരുന്നോട്ടെ. പക്ഷെ എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കണേ, കണ്ണടച്ചിട്ടൊന്ന് ചാരിയിരിക്കും കംഫർട്ടബിളായിട്ട്. എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഏത് സംഗതിയിലൂടെ കടക്കുമ്പോൾ കണ്ണടയ്ക്കാൻ പറയും. കണ്ണടയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യാന്നുള്ളതാണ്. റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ഓൺ ദ ബ്രീത്തിങ്. വയറ് താഴുന്നു പൊങ്ങുന്നു, അത് ശ്രദ്ധിക്കുക.
വെൽത്ത് എന്ന് ഞാൻ പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു. എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്കുണ്ടായത്? വെൽത്ത്. ആ ഫീലിങ്ങിന് പേരൊന്നും ഇടണ്ട, ഒരു ഫീലിംഗ്, ഒരു വികാരം. ആ വികാരത്തിലാണോ, ഇപ്പൊ ഈ സമയത്തുണ്ടായതാണോ ഇല്ലെന്നുള്ളതല്ല, ഈ വികാരമാണോ എപ്പോഴും നിങ്ങൾക്ക് സമ്പത്തിനെ പറ്റി വരുന്നത്? ജോലിയിൽ ശമ്പളം കിട്ടുമ്പോഴും, എന്തെങ്കിലും പ്രൈവറ്റ് സർവീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പണം കിട്ടുമ്പോഴും, അല്ലെങ്കിൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴും, നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും കാശ് അങ്ങോട്ട് കൊടുക്കുമ്പോഴും, ടാക്സ് കൊടുക്കുമ്പോഴും, ടാക്സ് അറ്റ് സോഴ്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോഴും, സ്വർണം വാങ്ങുമ്പം അവർ പറയാണ്, ചേട്ടാ ഇതിന് 1% അല്ലെങ്കിൽ 2% ടാക്സ് കൊടുക്കണം എന്ന് പറയുമ്പോഴും, കടയിൽ നിന്ന് നിങ്ങൾ ചായക്കടയിലോ ഹോട്ടലിലോ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലോ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ടിപ്പ് കൊടുക്കുമ്പോഴും, ദാനധർമ്മം ചെയ്യുമ്പോഴും, നിങ്ങൾ ആർക്കെങ്കിലും ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുമ്പോഴും, ആ ഗിഫ്റ്റ് കടയിൽ നിന്ന് വാങ്ങുമ്പോഴും, വേറൊരാൾ നിങ്ങളുടെ കുട്ടിക്കോ നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തരുമ്പോഴും, എല്ലാം വെൽത്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണല്ലോ, പൈസയായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ജനറലി ഉണ്ടാകുന്ന വികാരം, പേരൊന്നും ഇടണ്ട. ഓക്കെ, പ്രാക്ടിക്കൽ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് കണ്ണു തുറക്കാം. അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ, യു ഷുഡ് നോ വേർ യു ആർ സ്റ്റാൻഡിങ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ക്ലാസ്. ഈ ക്ലാസ് തീരുമ്പോഴും വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി നടക്കുന്നത്. ഇത് നമ്മൾ നടപ്പിലാക്കണം. വെൽത്ത് എന്ന് കേൾക്കുമ്പോൾ, വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പണി നടക്കുമ്പോൾ ഉള്ളിൽ ഹാപ്പിനെസ് വരും. അതിനാണ് അബണ്ടൻസ് ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് സ്കേഴ്സിറ്റി ഫീലിംഗ്, ഏതായാലും ഓരോരോ ഫൈനാൻഷ്യൽ ഡീഡ്സ് നടക്കുമ്പോഴും ഒരു ഹാപ്പിനെസ് അല്ല വരുന്നതെങ്കിൽ, ആ ഹാപ്പിനെസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മിനിമം 21 ഡേയ്സ്, ഇപ്പോൾ ഇത് ഈ ക്ലാസ്സിൻ്റെ ഏതാണ്ട് അവസാനം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അതിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അബണ്ടൻസ് എന്നുള്ളൊരു ഫീലിങ്ങിലെത്തും. അല്ലെങ്കിൽ യു വിൽ കണ്ടിന്യൂ ടു ബി സ്കേഴ്സിറ്റി ഫീലിംഗ്. സ്കേഴ്സിറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഏത് നേരം സങ്കടവും ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരിക്കും. ഒന്നില്ല ഒരു ഇടപാടിലും, എനി കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് അതർ പീപ്പിൾ, അത് വീട്ടിൽ ഭാര്യയായിട്ടുള്ളതാണെങ്കിലും കുട്ടികളായിട്ടുള്ളതാണെങ്കിലും, എപ്പോഴും ഒരു സ്കേഴ്സിറ്റി ഫീലിംഗ്, ഒരു അരക്ഷിതാവസ്ഥ, ഇല്ലായ്മ ഫീലിംഗ്. കുട്ടികൾ ചോദിക്കുക, അപ്പാ ഒരു ഐസ്ക്രീം മേടിച്ചു തന്നെ, സ്കേഴ്സിറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ വലിയ പാടായിരിക്കും കൊടുക്കാൻ. ഇല്ലാത്ത കാരണങ്ങളൊക്കെ പറയും. ഇതാണ് സംഗതി. അപ്പൊ നമുക്ക് പവർ പോയിന്റിലേക്ക് പോകാം. NLP പഠിച്ചവർക്കൊക്കെ കുറെ മനസ്സിലാകും, അല്ലാത്തവർക്കൊന്നും മനസ്സിലാക്കുകയില്ല. പക്ഷെ പറഞ്ഞുതരാം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? സ്ട്രാറ്റജി, യുദ്ധതന്ത്രം, കേട്ടിട്ടില്ല? ഓരോ സംഗതിക്കും ഒരു തന്ത്രമുണ്ട്. വെൽത്ത് സമ്പാദിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു വെൽത്തി പേഴ്സൺ ആകുന്നതിനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തന്ത്രമുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തന്ത്രത്തിൻ്റെ അകത്ത് ഒന്നും വിട്ടുപോകാൻ പറ്റുക, വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടുകയില്ല. നമുക്ക് തന്ത്രത്തിലിട്ട് കിടക്കാം. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, വാട്ട് ആർ യു ഫീലിംഗ് നൗ? വെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു? ഇന്നലെ ഉണ്ടായിരുന്ന ഫീലിംഗ് തന്നെ ആയിരിക്കും ഇപ്പോഴും.
കാരണം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. തന്ത്രങ്ങളൊന്നും നിങ്ങളെ ഉണ്ടാക്കി ജയിച്ചിട്ടില്ല. ഇതിലേതാണ് ഇപ്പോൾ ഉള്ളത്? അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ 100,000 സന്ദർഭങ്ങളിലും നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നിയാലും, ടാക്സ് കൊടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാല, ടിപ്പ് കൊടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാല, ഗിഫ്റ്റ് കൊടുക്കാൻ മുന്നിട്ട് തോന്നിയാല, ആരെങ്കിലും ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് പൊളിച്ചു നോക്കും, അതിൽ വില എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ഇതിന് എന്തിനാ അതൊക്കെ നോക്കുന്നത്? കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ചില കുറവുകളൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ കൊടുത്ത പോലത്തെ സാധനമല്ലല്ലോ എനിക്ക് കിട്ടിയത്. ഇതാണ്. അപ്പൊ അതിനാണ് സ്കേഴ്സിറ്റി ഫീലിംഗ് എന്ന് പറയുന്നത്. ഇല്ലായ്മ. നാണക്കേട് പിടിച്ചൊരു വാക്കല്ല സ്കേഴ്സിറ്റി. ഇത് കേട്ടാൽ ഒരു നാണക്കേടാ. ഇല്ലായ്മ. നമ്മൾ ആരെങ്കിലും ഇല്ലായ്മക്കാരാണോ? എല്ലാവരും ഉള്ളവരാണ്. പക്ഷെ ഈ ഇല്ലായ്മയുടെ ഫീലിംഗ് ആവും ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഉള്ളവരാണെങ്കിൽ സ്വർണം മേടിക്കുമ്പോൾ 10 ലക്ഷം രൂപയുടെ സ്വർണം മേടിക്കുമ്പോൾ 1%, 1.5% ടാക്സ് കൊടുക്കുന്നതിന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ. ഈ 10,000 കോടി രൂപയും കൊണ്ട് അന്യ നാട്ടിൽ പോയി ഒളിച്ചു ജീവിക്കുന്നതിനകത്തിന് അത് ഇല്ലായ്മ എന്നുള്ള ഫീലിംഗ് ഉള്ളവരാണ്. അവരെല്ലാം സ്കേഴ്സിറ്റിക്കാരാണ്. അപ്പൊ ആരാണ് സ്കേഴ്സിറ്റി, ആരാണ് അബണ്ടൻസ് ഫീലിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ വഴി കിടന്ന് ബെഗിയുന്ന യാചിക്കുന്ന അയാളായിരിക്കും അബണ്ടൻസ് ഫീലിംഗ് ഉള്ള ആള്. ചിലപ്പോൾ അയാൾ സ്കേഴ്സിറ്റി ഉള്ള ഫീലിംഗ് ആയിരിക്കും. അവരുടെ മുഖത്ത് നോക്കുമ്പോഴും നമുക്കറിയാം. 5 പൈസ കൊടുത്താലും അവന് സന്തോഷമായിരിക്കും. വേറെത്തിന് 10 രൂപ കൊടുത്തു കഴിഞ്ഞാലും സന്തോഷം വരികയല്ല. അവൻ ചോദിക്കും, താൻ ഈ പാൻ്റൊക്കെ ഇട്ട് നടന്ന അല്ലെങ്കിൽ ടൈം കോട്ടൊക്കെ നടന്നിട്ട് എന്നെ കാര്യമിരിക്കുന്നത്, ഒരു 10 രൂപ കടഞ്ഞ് ഇടാൻ പറയും. അതാണ് വെൽത്ത് ഈസ് എ കൺസെപ്റ്റ്, ഒരു ആശയം മാത്രം. മനസ്സിൽ കിടക്കുന്ന ഒരു ആശയം മാത്രമാണ്. അത് നമ്മൾ ടാഞ്ചിബിൾ അല്ല, തൊടാനോ ഫീൽ ചെയ്യാനോ പറ്റുന്ന ഒരു സാധനമല്ല. ഇറ്റ്സ് എ ഫീലിംഗ്, ഇറ്റ്സ് ഒരു വികാരം മാത്രമാണ്. ഈ വികാരം എന്ന് പറഞ്ഞ് ഇത് എവിടെ കിടക്കുന്ന, മനസ്സിൽ കിടക്കുന്ന സാധനമല്ല. മനസ്സിൽ കിടക്കുന്ന ഒന്നും വികാരമല്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന സാധനമാണ് ഈ വികാരം. സന്തോഷം മറ്റുള്ളതൊന്നും നല്ല വികാരമല്ല. മനസ്സിൽ കിടക്കുന്ന പ്ലഷർ, ദേഷ്യം, സങ്കടം, പേടിയൊക്കെ മനസ്സിൽ കിടക്കും. പക്ഷേ സബ് കോൺഷ്യസ് ലെവലിൽ കിടക്കുന്ന ഒരു സാധനമാണ് സന്തോഷം എന്ന് പറഞ്ഞ സാധനം. ഈ വെൽത്ത് അല്ലെങ്കിൽ ഈ അബണ്ടൻസ് ഫീലിംഗ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെല്ലണം. അപ്പൊ ഈ സാധനം നമ്മൾ ഉണ്ടാക്കേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അതിനുള്ള സൂത്രമാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ക്യാൻ ബിക്കം വെൽത്തി ഓൺലി ത്രൂ വാട്ട് യു തിങ്ക്. നിന്റെ വികാര വിചാരങ്ങളിൽ കൂടെ മാത്രമേ നിനക്ക് ഈ അബണ്ടൻസ് ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെൽത്തിയാണ്, ഐ ആം വെൽത്തി എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക്, ഞാൻ നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പറയുന്നതെന്ന് വെച്ചാൽ അത് പ്രത്യേകം ആയിട്ടും ഈ ചിന്തകളുമായിട്ട് നമ്മുടെ കണക്റ്റായിട്ട് പറയുമ്പം നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക മാത്രമേ കൃത്യമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുള്ളൂ. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഉള്ളതാണ്, ഒരാളുടെ മനസ്സിലേക്ക് അത് കയറുകയല്ല. അപ്പൊ നീ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ ഐ ആം റെഫറിങ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, അത് മാത്രം ഓർത്താൽ മതി. അല്ലാതെ മിസ്റ്ററോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ സാറോ ലേഡിയോ ഒന്നും അല്ലെന്ന് വിചാരിച്ചോണം കേട്ടോ. ഇനി നീയുമായിട്ട് ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുകയാണെങ്കിലും ആ വ്യക്തിയെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, ആ വ്യക്തിയുടെ മനസ്സിന് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ഓർത്തോണം കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു ബെയിൽ എടുത്തിരിക്കുകയാണ്. പ്രത്യേക ബുദ്ധിമുട്ടൊന്നും തോന്നിയേക്കരുത്. യു ക്യാൻ ബിക്കം വെൽത്തി ഓൺലി ത്രീ വാട്ട് യു തിങ്ക്. നീ വിചാരിക്കുന്നതനുസരിച്ച് മാത്രമേ നിനക്ക് വെൽത്ത് ഫീലിംഗ് ഉണ്ടാവൂ. നീ ഇങ്ങനെ തന്നെ വിചാരിക്കണം. എങ്ങനെയാണ് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സമൃദ്ധി, തിങ്കിങ് ഫുൾ. അവൻ എല്ലാത്തിനും നിറവാണ്, നിറകുടമാണ്. അവന് 10 രൂപ കിട്ടിയാലും 1000 രൂപ കിട്ടിയാലും 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഫുള്ളാ.
അതിനാണ് സമൃദ്ധി എന്ന് പറയുന്നത്. സമൃദ്ധി ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഒന്നൊരു ഉദാഹരണം പറഞ്ഞേക്കാം. സമൃദ്ധി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മുറ്റത്ത് ഇപ്പോൾ ഒരു റംബൂട്ടാൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം, അന്നത്തെ കാലത്തുണ്ട്, ഇഷ്ടം പോലെ റംബൂട്ടാൻ ഉണ്ട്. അല്ലെ മാമ്പഴം, മരം നിറച്ച് നിൽക്കുകയാണ്, കിളികൾ വരുന്നു, മാമ്പഴം തിന്നുമെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കേഴ്സിറ്റി ഫീലിംഗ് ഉള്ള ആളാണ്. അബണ്ടൻസ് ഫീലിംഗ് ഇല്ല. കാരണം ഈ മാമ്പഴം എൻ്റേതാണ്, എനിക്ക് മാത്രമുള്ളതാണ്, എനിക്ക് തിന്നാനുള്ളതാണ്. ആ ആളിന് ഒരു മാമ്പഴം താഴെ വീണ മറ്റു വഴി കൂടെ നടന്നു വരുന്ന ഒരു മനുഷ്യ എടുത്തുകൊണ്ട് പോയ സങ്കടം തോന്നും. അയ്യോ, എൻ്റെ മാമ്പഴം തിന്നല്ലോ. അതേസമയം സമൃദ്ധി ഫീലിംഗ് ഉള്ള ആളാണെങ്കിൽ അയാൾ ആ മാമ്പഴം എടുത്തു കഴിഞ്ഞാൽ ചേട്ടാ രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് പോകാൻ പറയും. അതാണ് സമൃദ്ധി ഫീലിംഗ്. അയാൾ എപ്പോഴും ഫുള്ളാണ്. അയാൾ മറ്റുള്ളവരുടെ വയറ് നിറയുന്ന നോക്കുന്നത്, അവരുടെ ഇഷ്ടങ്ങളാണ് നോക്കുന്നത്, സ്വന്തം കാര്യമല്ല നോക്കുന്നത്. ഈ സ്കേഴ്സിറ്റി ഫീലിംഗ് ഉള്ളത് അയാളെ എന്നിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. എനിക്കെന്ത് കിട്ടും, എവിടെ പോയാലും പേശും, ഫ്രീ. ഈ കച്ചവടക്കാർ അതിലും മിടുക്കന്മാര്. അപ് ടു 50% എഴുതിയിരിക്കുക. ആ അപ് ടു വളരെ വളരെ ചെറുതായിട്ട് എഴുതിയിരിക്കും. നമ്മൾ ഈ 50% കണ്ടോണ്ട് ഓടി ചെല്ലുകയും ചെയ്യും. അവിടെ ചെന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയും, അതേ ഈ ഇരിക്കുന്നതിനൊന്നും 50% ഇല്ല, ഇതിന് ഡിസ്കൗണ്ടേ ഇല്ല. അപ് ടു ഡിസ്കൗണ്ട് കിട്ടുന്ന നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പോൾ ചിലപ്പോൾ പെട്ടുപഴിച്ച് അതിനകത്തൊക്കെ വീണ്ടും പോയെന്നും വരും. അതാണ് ഈ സ്കേഴ്സിറ്റി ഫീലിംഗ്, ഇല്ലായ്മ ഫീലിംഗ് ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത. അവരെവിടെ പോയാലും എത്ര ഷോപ്പിംഗ് ചെയ്താലും സന്തോഷം കിട്ടിയല്ലോ. ഇനി അവർ പേശി ഒരു 50% കിട്ടിയാൽ തന്നെ തിരിച്ച് വീട്ടിൽ വന്നു ചോദിക്കോ, ഓ 50 കിട്ടിയുള്ളൂ, ഒരു 10 കൂടെ മേടിക്കായിരുന്നു, ഇച്ചിവിടെ പേശിയാൽ മതിയായിരുന്നു പറയും. ഈ വിൽ നെവർ ബി സാറ്റിസ്ഫൈഡ്. എന്ത് ബിസിനസ് ചെയ്താലും, ഷെയർ മാർക്കറ്റിൽ പോയാലും, ഇനി ശമ്പളം കിട്ടിക്കഴിഞ്ഞാലും, എവിടെയായാലും സന്തോഷം, സമൃദ്ധി എന്നുള്ളൊരു ഫീലിംഗ് കിട്ടത്തില്ല. സ്കേഴ്സിറ്റി ഫീലിംഗ് ഉള്ള ആള് കടയിൽ കൂടെ പോയാൽ മുമ്പേ ആ കഥ പറഞ്ഞ പോലെ ചീപ്പായിട്ടുള്ള സാധനം മേടിക്കാൻ വേണ്ടി നടക്കാം. വില കുറഞ്ഞ സാധനം, വില കുറച്ച് അവസാനം വീട്ടിൽ വരുമ്പം കടലാസും അത് ഈ പൊതിക്കെട്ട് മാത്രമേ കാണുള്ളൂ, സാധനം പോലും കാണില്ല. അപ്പൊ ഈ സ്കേഴ്സിറ്റി ഫീലിംഗ് കൂടെ നടക്കുന്ന ആളിന് ഏതു നേരം പേടിയായിരിക്കും. എൻ്റെ കാശ് അടിച്ചു പോകുമോ, എൻ്റെ മാമ്പഴം എല്ലാം കിളി തിന്ന് പോകുമോ, റംബൂട്ടാൻ അണ്ണാൻ തിന്ന് പോകുമോ, വലയിട്ടാലും ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കേണുള്ളോ. അങ്ങനെ ബൈബിളിൽ ഇതിനെപ്പറ്റി ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ പണക്കാരൻ്റെ കണ്ണ് അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും പണപ്പെട്ടിയിലാണ്. അത് തന്നെ. അപ്പോൾ ഈ സ്കേഴ്സിറ്റി ഫീലിംഗ് ഉള്ളവനുണ്ടല്ലോ, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവൻ പേടിച്ച് നിൽക്കും. അയ്യോ, ഇതിന് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും ബെറ്റർ പിന്നെ രണ്ടാമത് കിട്ടിയാലോ. അപ്പൊ പേടിയാ. ഒരു ബിസിനസ് തുടങ്ങാൻ പേടിയാ. തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് തുടങ്ങി അതിന്റെ പ്രൊഡക്ഷൻ ശ്രമത്തെയും സാധനത്തിന് വില കിട്ടുമെന്ന് ആർക്കറിയാം. ഇവൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പലരോടും ആലോചിച്ച് കിട്ടിയ ഓപ്പർച്യൂണിറ്റി പോവുകയും ചെയ്യും. അതാണ് സ്കേഴ്സിറ്റി ഫീലിംഗ് ഉള്ളതാണ്. അപ്പൊ നമ്മള് എന്താണ് നമ്മുടെ ഫീലിംഗ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആത്മാർത്ഥത്തോടെ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ഫീലിംഗ്. ആ ഫീലിംഗ് ഇപ്പൊ സ്കേഴ്സിറ്റി ആണെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാനിഫെസ്റ്റേഷൻ ഇത് നടപ്പാക്കുമ്പോൾ നമ്മളൊരു അബണ്ടൻസ് ഫീലിംഗിലേക്ക് പോകണം. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഇവിടെ എന്തോ ഒരു കേഴ്സറിന്റെ വരയാന്ന് തോന്നുന്നു. അത് പോയി. സ്കേഴ്സിറ്റിയിൽ നിന്നും അബണ്ടൻസിലേക്ക് പോവുക, അതാണ് നമ്മുടെ ലക്ഷ്യം, ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു ക്ലാസ് കൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ നിങ്ങൾ അബണ്ടൻസ് ആണെങ്കിൽ അബണ്ടൻസ് നിലനിൽക്കും. പക്ഷെ ഇതുപോലത്തെ ഈ
ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ആൽഫ മെഡിറ്റേഷനോട് ബന്ധപ്പെട്ട രീതി കൂടിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ അതിൻ്റെ ആൽഫ മെഡിറ്റേഷൻ്റെ ആ വീഡിയോ നിങ്ങൾക്ക് നെറ്റിൽ കയറിയ ഇഷ്ടം പോലെ കിട്ടും. ഇതിനകത്തൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു മെഡിറ്റേഷൻ ഇരുന്നിട്ട് ഈ തോട്ട് അല്ലെങ്കിൽ ഈ ഫീലിംഗ് കൊണ്ടുവന്നാൽ മതി. സ്കേഴ്സിറ്റിയിൽ നിന്ന് അബണ്ടൻസിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. യു അട്രാക്ട് വാട്ട് യു ഫോക്കസ്. നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യുന്നു അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കേഴ്സിറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ, ഇല്ലായ്മയെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ കടയിൽ പോയിട്ട് ചീപ്പായിട്ടുള്ള കാര്യങ്ങളും എപ്പോഴും ഇല്ലായ്മ എന്നുള്ള ഒരു ഫീലിംഗിൽ നടക്കുന്നെങ്കിൽ യു വിൽ റിമെയിൻ ഓൾവേസ് സ്കേഴ്സിറ്റി ലെവലിൽ. ഇല്ലായ്മയിൽ തന്നെ നിലനിൽക്കും, പുറത്തേക്ക് കടക്കുകയില്ല. അതേസമയം നിങ്ങൾ അബണ്ടൻസിലേക്കാണ് നിങ്ങളുടെ നോട്ടമെങ്കിൽ അബണ്ടൻസിലല്ലെന്ന് കൂട്ടിക്കോ. എന്നാലും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ കാണുന്ന അബണ്ടൻസ് ആണെങ്കിൽ, അബണ്ടൻസ് പറഞ്ഞാൽ നമുക്ക് കാണാനൊന്നും പറ്റുന്ന സാധനമല്ല, ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ ലെവലിലേക്ക് മനസ്സിൽ ഈ പറഞ്ഞ ഈ ആൽഫ മെഡിറ്റേഷൻ്റെ ടൈമിൽ ആ ഒരു ഫീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു 21 ഡേയ്സ് മിനിമം 21 ഡേയ്സ് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അബണ്ടൻസ് ഫീൽഡിലേക്ക് എത്താൻ പറ്റും. യു അട്രാക്ട് വാട്ട് യു ഫോക്കസ്. അതാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്യുന്നു അതായിത്തീരും എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം നമുക്ക് എന്ത് വിലയുണ്ട്. തിങ്ക് ഓഫ് യുവർ സെൽഫ് ഫോർ. എനിക്ക് എന്ത് വിലയുണ്ട്, എനിക്ക് വിലയുണ്ടോ, എൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വർത്ത് അനുസരിച്ച്, എൻ്റെ മൂല്യം അനുസരിച്ചുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതെയോ ഇത് കിട്ടി, അത് മതി, ഇനി വേറെ ട്രൈ ചെയ്തപ്പോൾ ഉള്ളതും കൂടെ പോകണ്ട എന്നുള്ള രീതിയിലാക്കി ഇരിക്കുന്നെങ്കിൽ യു വിൽ നെവർ ബി ഹാപ്പി. അപ്പം ആദ്യം ചോദിക്കണം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും എൻ്റെ എക്സ്പീരിയൻസും ഞാൻ ചെയ്യുന്ന പണിയുടെ ഗുണമേന്മ വെച്ചിട്ട് ആം ഐ ബീൻ റിവാർഡഡ് വെൽ. എനിക്ക് അതിനുള്ള വില കിട്ടുന്നുണ്ടോ, തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ സ്കേഴ്സിറ്റി ഫീലിങ്ങിലാണ് ഇരിക്കുന്നത്. ഇനി കിട്ടിയത് മതി എന്നും കൊണ്ടായിരിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിലനിൽക്കും. അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്. കോഴിക്കോടുള്ള ഒരു കളക്ടറുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പാവപ്പെട്ട ഒരു പെൺകൊച്ച്, ആദ്യം അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയും കൂടെ കളഞ്ഞിട്ട് ഷീ വെന്റ് ഫോർ IAS. നമ്മൾ നേരത്തെ വിചാരിച്ചു എൻ്റെ കഴിവ് വെച്ചിട്ട് ഞാനിങ്ങനെ വെറും ഒരു ലോ ക്ലാസ്സിൽ ജോലി ചെയ്യേണ്ട ആളല്ല, ഐ ഡിസർവ് മോർ എന്നുള്ള സ്വയം അവളുടെ മൂല്യം അവൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അതിനിറങ്ങി തിരിച്ച് അവൾക്കത് കിട്ടി. അപ്പൊ നമ്മുടെ ഇതിപ്പോ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ചെരുപ്പ്, ഇന്നിപ്പം എവിടെയോ പത്രത്തിൽ കണ്ടു, നമ്മുടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചെരുപ്പിന്റെ വില 20 ലക്ഷം രൂപയ്ക്ക് ആരോ വാങ്ങിയെന്നൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെതായ മൂല്യമുണ്ട്. ആ മൂല്യം ഉണ്ടെന്ന് വെച്ചപ്പോൾ എടുക്കുന്നയാളാ തീരുമാനിക്കുന്നതിൻ്റെ മൂല്യം. അപ്പൊ ഇദ്ദേഹത്തിന് ഉണ്ടാക്കിയൊരു, അങ്ങനെയാണല്ലോ ചില ആൾക്കാരുടെ ഈ ഫുട്ബോൾ കളിക്കാരുടെ ബൂട്ടിന്റെ ഒക്കെ വില ഇട്ടിരിക്കുന്നത്, കോടികൾ മൂല്യം ഇട്ടിട്ടില്ലേ? ചിലരുടെ ഒരു കർച്ചീഫിന്റെ വിലയൊക്കെ എത്ര കോടികളായിട്ടിരിക്കുന്നത്. ഇതാണ് വർത്ത് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ വർത്ത് എത്രയാണെന്ന് ഞാൻ തീരുമാനിക്കും. ഇത്രയും വർത്തുള്ള ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? ആം ഐ ഓൺലി സിറ്റിംഗ് ഇൻ ദ ഏതാ ഞാൻ പറയുന്നില്ല, വീടുകളിൽ ചില റൂമിനൊക്കെ നമ്മൾ ഒരു പേരിട്ടിട്ടുണ്ടല്ലോ, അവിടെ തന്നെ ഇരിക്കാണോ? ക്യാൻ ഐ ഡു സംതിങ് മോർ ദാൻ ദാറ്റ്? ഇല്ലേ? നമ്മൾ എത്രയോ ഈ വനിതാ മാസികയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, വെറുതെ കുത്തിയിരിക്കുന്ന ആൾക്കാരായിരുന്നു പിന്നീട് അവരുടെ വർത്ത് മനസ്സിലായിക്കൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ, എന്താ ചെറിയ ചൂലുണ്ടാക്കാൻ തുടങ്ങി, അതിനകത്തുനിന്ന് കൊട്ട ഉണ്ടാക്കാൻ തുടങ്ങി, പിന്നെ ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ തുടങ്ങി, ഇങ്ങനെ അങ്ങ് പോകും.
അതുപോലെ കുക്കിങ്ങിലാണെങ്കിലും പിക്കിൾ ഉണ്ടാക്കി തുടങ്ങി, കേക്ക് ഉണ്ടാക്കി തുടങ്ങി, വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഒരു ചെറിയൊരു പൂച്ചെടി നട്ടു, പിന്നെ ഒരു പൂന്തോട്ടം നട്ടു, പിന്നെ വലിയ വലിയ ലെവലിലേക്കൊക്കെ പോയി. അപ്പോൾ നമ്മുടെ ഗ്രാജുവലി നമുക്ക് മനസ്സിലാക്കുള്ളൂ ഹൗ മച്ച് വർത്ത് ഐ ആം. അപ്പൊ ഈ ഒരു അബണ്ടൻസ് ഫീലിംഗിലുള്ളവർക്ക് മാത്രമേ ആ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വില നമ്മൾ തന്നെ തീരുമാനിക്കണം. ഇപ്പൊ നിങ്ങളിപ്പോ ചോദിക്കും, സാറിന്റെ മൂല്യം ഇട്ടിട്ടുണ്ടോ എന്ന്. എന്റെ മൂല്യം എത്രയാണെന്ന് എനിക്കറിയാം. ആ മൂല്യം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോ ഞാൻ പച്ചയ്ക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല. ആ മൂല്യം അനുസരിച്ച് അതാണ് ചില ആൾക്കാരൊക്കെ പറഞ്ഞത്, ഈ സാറ് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇത്രയൊന്നും സാറിന് റേറ്റ് ഇല്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു, പക്ഷെ മൂല്യം കൂടി. എനിക്ക് തോന്നി ഞാൻ ഇത്രയ്ക്ക് ഈ റേറ്റിൽ പോകേണ്ട ആളല്ലെന്ന് തോന്നി. അതുകൊണ്ടെല്ലാം എൻ്റെ ആ മൂല്യം കൂട്ടി, ഇനിയും കൂടും. അല്ലാതെ ഒരു കാശിന് വേണ്ടിയിട്ടല്ല. നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടേണ്ട, ഒരു സന്തോഷം. ഞാൻ ചെയ്യുന്ന പണിയുടെ കൂലി എനിക്ക് കിട്ടി അതല്ലേ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ സർവീസ് ചെയ്തോളൂ. ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും, ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. അതൊക്കെ ചെയ്തോളൂ, ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു വർത്തുണ്ട്. ആ വില നമ്മൾ ഇട്ടിരിക്കണം. ആ വില ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അബണ്ടൻസ് ഫീലിംഗ് കിട്ടൂ. വാട്ട് ഈസ് യുവർ മാർക്കറ്റ് വർത്ത്? മാർക്കറ്റിൽ നിനക്ക് എന്ത് വിലയുണ്ട്? ആ വില നീ ചാർജ് ചെയ്യണം. അപ്പൊ ചില ആൾക്കാരൊക്കെ, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും പറയും, സാറേ എനിക്കെന്ത് വർത്തായിരിക്കുന്നു, ഞാൻ വെറും ഇതല്ലേ. വെറും എന്ന് പറഞ്ഞ സംഗതി ഇല്ല കേട്ടോ. വെറും എന്നുള്ള ആ മീനിങ് വരുന്ന ഒരു സംഗതി ഇല്ല. ഐ ആം സംതിങ്. ആ സംതിങ് എന്താണെന്ന് നീ അറിഞ്ഞിരിക്കണം. അത് നീ വാങ്ങിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ മനസ്സിനൊരു സന്തോഷം തോന്നൂ. ഐ ആം ദ ബെസ്റ്റ്. ഞാൻ ചെയ്യുന്ന പണിയിൽ ബെസ്റ്റാണ്. ബെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, തോന്നുന്നുണ്ടെങ്കിൽ, യു ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ. നീയിപ്പോ ഒരു പെയിന്റ് ചെയ്യുന്ന ആളാണ്, ഒരു പാട്ട് പാടുന്ന ആളാണ്, ഒരു ഡാൻസ് ചെയ്യുന്ന ആളാണ്. നിനക്ക് എന്തുകൊണ്ട് ബെസ്റ്റ് ആയിക്കൂടാ? യു ഗോ ഫോർ മോർ ട്രെയിനിങ്. ചുമ്മാ ഈ പണ്ട് പഠിച്ച രീതി കൂടെ എന്തിനായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് എല്ലാ കാര്യത്തിലും അറിയാമല്ലോ. ഇന്നിപ്പം നെറ്റിലോട്ട് കയറിയാൽ മതി, ഏത് കാര്യത്തിനും. സപ്പോസ് യു ആർ എ സ്പീക്കർ, പബ്ലിക് സ്പീച്ച് നടക്കുന്ന ആളാണ്. ഐ ആം നോട്ട് ദ ബെസ്റ്റ്, ദെൻ യു ഗോ ഫോർ ദ ബെസ്റ്റ്. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പാഷനുണ്ട്. ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു പാഷനുണ്ട്. കൃഷി ചെയ്യാനോ, കുക്ക് ചെയ്യാനോ, പടം വരയ്ക്കാനോ, ഡാൻസ് ചെയ്യാനോ, സ്പീച്ച് ചെയ്യാനോ, ഫോർ എനിത്തിങ്. ഏതെങ്കിലും ഒരു ഫീൽഡിൽ നീ ബെസ്റ്റ് ആകണം. യു ഷുഡ് ബി എക്സ്പേർട്ട് ഇൻ എനി വൺ ഓഫ് ദ ഫീൽഡ്. ആ ഒരു ഫീൽഡ് നീ എക്സ്പേർട്ട് ആക്കുന്നവര് നിന്റെ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കും. കാരണം NLPയിൽ ഒരു പ്രീ സപ്പോസിഷൻ ഉണ്ട്, യു ഹാവ് ഗോട്ട് ഓൾ ദ റിസോഴ്സസ്. എല്ലാ റിസോഴ്സുകളും നിന്റെ ചുറ്റുപാടുമുണ്ട്. നിനക്കത് ഉപയോഗിച്ചിട്ട് യു ഹാവ് ദ റൈറ്റ് ടു ബിക്കം ദി ബെസ്റ്റ്. ആ ഫീൽഡിലെ നമ്പർ 1 ആകാനുള്ള എല്ലാ സാധ്യതകളോടും കൂടിയാണ് നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നീ ഇപ്പൊ ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ആകണം. യു ബി അബണ്ടന്റ് ആൻഡ് ഓൾസോ അതേഴ്സ്. നീ ഒരു അബണ്ടൻസിന്റെ ലെവൽ എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ചുറ്റുപാടുള്ള ആൾക്കാരെയും അബണ്ടൻസ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിന് നീ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യു കാലിബ്രേറ്റ് യുവർ കോൺഫിഡൻസ് ഇൻ ഏണിങ് മണി. പൈസ ഉണ്ടാക്കുന്നതിന് നിന്റെ കോൺഫിഡൻസ് എത്രയാണെന്ന് നീ അളക്കണം. 1 to 10 എന്നുള്ളൊരു സ്കെയിലിൽ നീ അളന്നു നോക്കണം. ഇപ്പോൾ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് എത്രയാണ്? 10 എന്ന് പറഞ്ഞാൽ മാക്സിമം. 0, 1 to. ഒന്നെങ്കിലും ഇല്ലാത്തവരാരും കാണിയല്ല. 1 ആണോ? അത് ഒരു മാസത്തിനുള്ള 2 ആക്കാം, 3 ആക്കാം, 4 ആക്കാം. അങ്ങനെ ഒരു അബണ്ടൻസ് ലെവലിൽ എത്തുമ്പം
നീ 10 ആയിരിക്കും മാക്സിമം. എന്ന് പറഞ്ഞാൽ യു വിൽ ബി ദ ബെസ്റ്റ് ഇൻ ദാറ്റ് പ്രൊഫഷൻ. അത് ഏത് പ്രൊഫഷൻ ആയാലും. റൈറ്റ് എ മെന്റൽ മെറ്റാഫോർ ഫോർ യുവർ കറന്റ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. മെറ്റാഫോർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? മെറ്റാഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് അറിയാം, അത് NLPയിലെ ഒരു ടെക്നിക്കാണ് കേട്ടോ, മെറ്റാഫോർ. നമ്മളെപ്പോഴും പറയുന്നില്ലേ, അവനൊരു പുലിയാണ്, അവളൊരു പുലിയാണ്, ഇല്ലേ? എൻ്റെ ഓഫീസിലൊരു കടുവായുണ്ട് എന്ന് പറഞ്ഞ അവിടെ കടുവ ഇരിപ്പുണ്ടോ? അവനൊരു പുലിയാന്ന് പറഞ്ഞാൽ പുലിയാണോ? അല്ല. ആ പുലി എന്ന് പറഞ്ഞാൽ ആ പുലിയുടേതായ എല്ലാ കഴിവുകളും ഉണ്ട്. അവൻ പല്ലുപോയ സിംഹമാണ്. തീർന്നു. എന്ന് പറഞ്ഞാൽ സ്ഥാനം പോയ ആളിന് നമ്മള് പല്ലുപോയ സിംഹം എന്ന് പറയുന്നത്. പിന്നെ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയും അവന് കൂട്ടിൽ കിടന്നുറങ്ങുന്ന സിംഹമാണ്. ഇങ്ങനെ നമുക്ക് എന്തോ വാക്കുകൾ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ അത് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഉള്ളില് ഇപ്പം ഈ സമ്പത്ത് ഉണ്ടാക്കുന്ന അയാൾക്ക് കുറെ കഴിവുകളുണ്ട്. പക്ഷെ അയാൾ ഇപ്പൊ ഉണ്ടാക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ അവിടെ ആയിരിക്കുന്ന അബണ്ടൻസ് ലെവല് ശരിക്കും പറയുകയാണെങ്കിൽ കുറവാണ്, കൂടുതലായിരിക്കില്ല. കൂടുതലെന്ന് പറഞ്ഞ ഒരു ലെവൽ ഇല്ല നമുക്ക് മാക്സിമം ദി ബെസ്റ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങ് പോകും. അതിന് ലിമിറ്റ് ഇല്ല. ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരു 5 ആണെങ്കിൽ അതിന് പറ്റിയ ഒരു മെറ്റാഫർ നമ്മൾ കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് മഴ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ ഞാൻ പറയാം ഐ ആം ലൈക്ക് എ മഴ, റെയിനിങ് ആണ്. റെയിനിങ് ആണ് പറയാം. ചിലപ്പോൾ മഴ വരും, ചിലപ്പോൾ അത് ഉണങ്ങും, ചിലപ്പോൾ ചെടി കരിഞ്ഞു പോവും, ചിലപ്പോൾ നേരെ വരും. അപ്പൊ മെറ്റാഫർ എന്ന് പറഞ്ഞാൽ എനിത്തിങ്, ഒരു ഫീലിങ്ങിനെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൊടുക്കുന്ന ഒരു പടം. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ ഇമേജസ് ആൻഡ് ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പടമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കാണുന്നത്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഒരിക്കലും തീരാത്ത പാത്രം, പാഞ്ചാലിയുടെ അക്ഷയപാത്രം. പാഞ്ചാലിയുടെ അക്ഷയപാത്രം പോലെ നിങ്ങളിപ്പോൾ ഉള്ളിലൊരു അക്ഷയപാത്രത്തെ കാണുകയാണെങ്കിൽ എൻ്റെ ആ മെറ്റാഫോറിക്കലായിട്ട് എൻ്റെ ആ അബണ്ടൻസ് ഫീലിംഗ് ഒരു അക്ഷയപാത്രം പോലെയാണ്. എത്ര കൊടുത്താലും തീരെയില്ല. എത്ര ഉണ്ടെന്നുള്ളതല്ല, അത് ഞാൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ചിലരുടെ പാത്രത്തിൽ വന്നുകൊണ്ടിരിക്കും, പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒരു മെറ്റാഫോറ് നമ്മൾ കാണണം. ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റേറ്റ് ആ മെറ്റാഫോർ കാണുമ്പോൾ മനസ്സിലാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ഓർത്തോണം, ഇതൊക്കെ നമ്മൾ ആൽഫ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇത് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഇപ്പൊ നിങ്ങളുടെ മനസ്സ് റെഡിയല്ല. അതിനുള്ള മനസ്സ് റെഡിയാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും എന്താണ് നിങ്ങളുടെ മെറ്റാഫോർ എന്നുള്ളത്. ചിലപ്പം ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയായിരിക്കും, പഴങ്ങളെല്ലാം കരിഞ്ഞു പോയി, താഴെ വീണ, ഒരു പഴങ്ങളൊന്നുമില്ല, ഇലയെല്ലാം വാടി നിൽക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങളാകെ ക്ഷയിച്ചിരിക്കുകയാണ്, സമ്പത്തൊന്നുമില്ല, സ്കേഴ്സിറ്റി ഫീലിംഗ്, എല്ലായിടത്തും പോയി കടം മേടിച്ച്, എല്ലായിടത്തും പോയി ചീപ്പസ്റ്റ് സാധനം മേടിച്ച് നടക്കുന്ന ഒരു ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ അർത്ഥം. അപ്പൊ ആ മെറ്റാഫോറ് എങ്ങനെ ആയിരിക്കണം എന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നിപ്പിക്കുന്ന ഒരു മെറ്റാഫോറ് നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആ ടൈമിൽ ഈ ആൽഫ മെഡിറ്റേഷൻ എത്തിക്കഴിയുമ്പോൾ തന്നെത്താൻ തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന ഒരു അബണ്ടൻസ് ഫീലിംഗ് തോന്നിക്കുന്ന ഒരു പടമായിരിക്കും ഉള്ളിൽ വരാൻ പോകുന്നത്. അതാണ് മെറ്റാഫോർ. അത് നിങ്ങൾ ആ പടം വളരെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഇതകം ലോകത്ത് നടക്കുന്ന കാര്യം. പുറം ലോകത്ത് നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ തെളിയാൻ പോകുന്നത് ചിലപ്പോൾ 10-21 ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും. അപ്പോഴത്തേക്കും
ഈ അകത്തുള്ള പടം വളരെ ക്ലാരിറ്റിയോട് കൂടി വന്നു. അത് ആ ടൈമിൽ പുറമേയുള്ള കാര്യങ്ങളും കൂടെ നന്നായി വരും. എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ 21 ദിവസം കൊണ്ട് ആ മാറ്റം സംഭവിക്കുന്നെങ്കിൽ 21 ദിവസം കഴിയുമ്പോൾ നിങ്ങളൊരു കിട്ടുന്നത് ശമ്പളം വെച്ചിട്ട്, കിട്ടുന്ന വരുമാനം വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റ് അടിവെച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. കയറിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ സമ്പത്ത് കൂടണമെന്ന് നിർബന്ധമൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ മെന്റലി നിങ്ങളുടെ ഹാപ്പി പേഴ്സൺ അബണ്ടൻസ് ഫീലിംഗിലേക്ക് എത്തും. അതാണ് നമുക്ക് വേണ്ടത്. മറ്റേതിന് ലിമിറ്റ് ഇല്ലല്ലോ. കാശ് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ. ഫോക്കസ് ഓൺ അബണ്ടൻസ്. അപ്പൊ നമ്മൾ എവിടെയാ ശ്രദ്ധിക്കേണ്ടത്? ഈ അബണ്ടൻസിൽ മാത്രം ശ്രദ്ധിക്കുക. ഫോക്കസ് ഓൺ ഹൗ യു ആർ ഫീലിംഗ് റൈറ്റ് നൗ. അപ്പോ ഇതിപ്പോ നമ്മുടെ ഇവിടെ വെച്ച് തീർന്ന് ക്രിയേറ്റ് ആൻ ഓൾട്ടർനേറ്റ് മെറ്റാഫോർ അവിടെ വെച്ച് തീർന്നു നമ്മുടെ ക്ലാസ്. പിന്നെ ഇത് വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ഉണ്ടായിരുന്ന ഈ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പഠിക്കണം ഫോക്കസ് ഓൺ അബണ്ടൻസ്. ഇതിൻ്റെ ഒരു സമപ്പാകട്ടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ പണി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എപ്പോഴും കാണുന്നത് അബണ്ടൻസിനെ ഫോക്കസ് ചെയ്തിരിക്കണം. ഫോക്കസ് ഓൺ ഹൗ യു ആർ ഫീലിംഗ് റൈറ്റ് നൗ. ഈ സമയത്ത് ഈ അബണ്ടൻസ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, മനസ്സിൽ കാണുമ്പോൾ എന്ത് ഫീലിംഗാ വരുന്നതെന്ന് ശ്രദ്ധിക്കണം. വർക്ക് ഓൺ സെൽഫ് വർക്ക്, സ്വയം കഴിവുകൾ, നമ്മുടെ വർത്ത് ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. 100,000 കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ ഇതാണ്, സെൽഫ് വർത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വരേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഡാൻസ് പഠിക്കുന്ന ആളാണെങ്കിൽ അതിന് പോയി പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഓരോരോ കാര്യത്തിന് നിങ്ങൾ ഏത് ഫീൽഡാണോ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങൾ പങ്കെടുക്കാന്നുള്ളതാണ് വർക്ക് ഓൺ സെൽഫ് വർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്ലാസ് അങ്ങ് കഴിഞ്ഞു. ഇഫ് നെസറി അപ് സ്കിൽ കണ്ടിന്യൂ ഇൻവെസ്റ്റിംഗ് ഇൻ. നമ്മുടെ ഈ ട്രെയിനിങ്ങിലൊക്കെ മുടക്കുന്ന കാശുണ്ടല്ലോ, ദിസ് എമൗണ്ട് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ യു. ഇത് ഒരു കള്ളനെ അടിച്ചെടുത്തുകൊണ്ട് മാറ്റുന്ന സാധനമല്ല. നിങ്ങളുടെ ഏതൊരു സാധനത്തിന് പൈസ മുടക്കിയാലും, ഡ്രസ്സ് മേടിച്ചാലും അത് കുറച്ച് കഴിയുമ്പോൾ വഴി പോവും, ഔട്ട് ഓഫ് ഫാഷനായി പോവും. അതുപോലെ തന്നെ ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ കുറെ സ്പോയിലായി പോവും, കുറെ നമ്മൾ ഭക്ഷണം കഴിക്കും, കുറച്ച് ശരീരത്തേക്ക് കിട്ടും, നിങ്ങൾ പിന്നെ അത് മെലിഞ്ഞു പോവും. അതേസമയം നിങ്ങൾ സപ്പോസ് യു ആർ ഇൻവെസ്റ്റിംഗ് ആസ് ട്രെയിനിങ്, ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് പോലെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൈസ കൊടുത്തോ കൊടുക്കാതെയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഇൻവെസ്റ്റിംഗ് മണി ഇൻ യു. ഒരിക്കലും അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. പലിശ അടക്കം അത് കൂടിക്കൊണ്ടിരിക്കും. അതാണ് യു ഇൻവെസ്റ്റ് യുവർ മണി ഇൻ യു എന്ന് പറയുന്നത്. ബാക്കി ഒന്നും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ബിക്കം ദ ബെസ്റ്റ് ഇൻ യുവർ പ്രൊഫഷൻ. അപ്പം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം നിങ്ങളൊരു പ്രൊഫഷണൽ ബെസ്റ്റ് ആകണം. ബെസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് വർത്ത് കൂടി, യു വിൽ ബി ദ മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ ഇൻ ദറ്റ് പ്രൊഫഷൻ. ആ ലെവൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിലയിടാം. ആൻഡ് യു വിൽ ബി ദ നമ്പർ 1 ഇൻ ദാറ്റ് പ്രൊഫഷൻ. ഇതാണ് ഈ ക്ലാസിൻ്റെ ലക്ഷ്യം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആൽഫ മെഡിറ്റേഷൻ്റെ ലക്ഷ്യം എന്താണെന്ന് അത് കഴിയുമ്പോൾ യു കുഡ് ഫീൽ. അതിന് വാക്കുകൊണ്ടൊന്നും ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും അത് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടിയോ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഒരു 21 ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുക, സാറേ എനിക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. എൻ്റെ നമ്പർ അതിനകത്തുണ്ട്, എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കറക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ. പക്ഷേ എങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇതിന് വേറെ ഡൗട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഞാനിതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് തന്നേക്കാം, അത് കണ്ടാൽ മതി. അല്ലാണ്ട് ഇതിനകത്ത് സംശയമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. എല്ലാവരും കണ്ണടയ്ക്കുക.
ചാരിയിരിക്കുക. ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുമ്പം ചിന്തകൾ വരും. അത് വന്നോട്ടെ. വീണ്ടും അവയർനെസ്സിലേക്ക് വരിക. ഞാൻ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. വയറ് താഴ്ന്നു പോകുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ ശരീരം ബ്രീത്ത് ചെയ്യുന്നു. ഞാനത് അറിയുന്നു. ചിന്തകൾ വരുന്നു പോകുന്നു. ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണെന്ന് നോക്കൂ. വെൽത്തിനെ സംബന്ധിച്ചുള്ള എൻ്റെ ചിന്തകൾ എന്താണ്? എന്ത് ഫീലിംഗ് ആണ്? അബണ്ടൻസ് ഫീലിംഗ് ആണോ? അതോ സ്കേഴ്സിറ്റി ഫീലിംഗ് ആണോ? സ്കേഴ്സിറ്റി ഫീലിംഗ് ആണെങ്കിൽ ഈ മെഡിറ്റേഷനോട് കഴിയുന്നതോടുകൂടി എനിക്കൊരു അബണ്ടൻസ് ഫീലിംഗിലേക്ക് എത്തണം. വെൽത്ത് എന്ന് പറയുന്ന ഒരു ആശയം മാത്രമാണെന്ന് എനിക്കറിയാം. ചിന്തകളിലൂടെ മാത്രമേ എനിക്ക് ഒരു അബണ്ടൻസ് ഫീലിംഗിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധി, എല്ലാം തികഞ്ഞ ഒരു ഉള്ളിലുള്ള ഒരാകത്തുക എന്ന് വേണമെങ്കിൽ പറയും. അതേസമയം സ്കേഴ്സിറ്റി ആണെങ്കിൽ ഇല്ലായ്മ എന്നുള്ള ചിന്തയിൽ നടക്കുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഷോപ്പിങ്ങിന് പോയാലും മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിനാണേലും ഒരു ഇല്ലായ്മയുടേതായ ഒരു ചിന്തയായിരിക്കും ഏത് നേരം മനസ്സിൽ വരുന്നത്. ഇല്ലായ്മയിൽ കൂടെ പോകുമ്പോൾ പേടിയുണ്ടാകും. കിട്ടുന്ന അവസരങ്ങളൊന്നും വിനിയോഗിക്കാൻ പറ്റാത്തൊരു ലെവലിലേക്ക് കടക്കും. സ്കേഴ്സിറ്റിയിൽ നിന്നും അബണ്ടൻസിലേക്ക് വരണം എന്നുള്ള കാഴ്ചപ്പാടിലാണ്, ഒരു ധാരണയിലാണ് ഞാൻ ഇപ്പോൾ ഈ മെഡിറ്റേഷനിൽ കൂടെ കടന്നു പോകുന്നത്. ഞാൻ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു, ഏതിനെ ശ്രദ്ധിക്കുന്നു, അത് എനിക്ക് ലഭിക്കും. അബണ്ടൻസ് എൻ്റെ ഉള്ളിലുണ്ടാകണം എന്നുള്ള ധാരണയിലാണ് ഞാനിപ്പോൾ ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നത്. ഈ മെഡിറ്റേഷനോടൊപ്പം എൻ്റെ അബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു അബണ്ടൻസ് ഫീലിംഗ്, ഒരു നല്ല ഫീലിംഗ് എനിക്കുണ്ടാകും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ എന്താഗ്രഹിക്കുന്നു അത് ഈ മെഡിറ്റേഷനോട് കൂടി എനിക്കത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെതായ ഒരു വിലയുണ്ട്.
അത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ എൻ്റെ വില മനസ്സിലാക്കാത്ത തരത്തിലായിരിക്കും ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഈ മെഡിറ്റേഷനോടുകൂടി എനിക്ക് എൻ്റെ വിലയെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ സർവീസൊക്കെ ഞാൻ ശരിക്കും അർഹിക്കുന്ന വിലയ്ക്കാണ് കൊടുക്കുന്നത്, അതെയോ വളരെ ചീപ്പായിട്ടാണോ കൊടുക്കുന്നത്? എന്നെ തന്നെ ഒന്ന് അളന്നു നോക്കാൻ, എൻ്റെ കഴിവുകൾ അളന്നു നോക്കാനുള്ള ഒരു അവസരമാണ് എനിക്കിപ്പോൾ ഈ മെഡിറ്റേഷൻ കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ എനിക്ക് എന്ത് വിലയുണ്ട്, എൻ്റെ സർവീസിന് എന്ത് വിലയുണ്ട്, അതെനിക്ക് കിട്ടുന്നുണ്ടോ? മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആണോ ഞാൻ? ബെസ്റ്റ് അല്ലെങ്കിൽ ആ ബെസ്റ്റ് ആകുവാനുള്ള ട്രെയിനിങ്ങും അതിനുള്ള പരിശ്രമമൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നത്. എൻ്റെ കഴിവുകൾ വെച്ചിട്ട് എനിക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്? 1 മുതൽ 10 വരെ അളന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും എനിക്ക് ലഭിക്കുന്നത്? എൻ്റെ ലക്ഷ്യം 10 എന്നുള്ള ലെവലിൽ എത്തുക എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലുള്ള, മനസ്സിലുള്ള വെൽത്തിനെ പറ്റിയുള്ള ഒരു ധാരണ ഇപ്പോഴെന്താണ്? ഒരു അബണ്ടൻസ് ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ടോ? അതോ സ്കേഴ്സിറ്റി ഫീലിംഗ് ആണോ വരുന്നത്? സ്കേഴ്സിറ്റി ഫീലിംഗ് ആണ് വരുന്നെങ്കിൽ അത് വെച്ചിട്ടുള്ളൊരു മെറ്റാഫോർ, ഞാനതിനെ എന്ത് ഒരു പിക്ചറായിട്ടാണ് കാണുന്നത്? എൻ്റെ സമ്പത്ത് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു മെറ്റാഫോറുമായിട്ട് എനിക്ക് ഉപമിക്കാൻ സാധിക്കും? ഒരു അക്ഷയപാത്രം പോലെ ഇഷ്ടംപോലെ വരുന്നു, ഇഷ്ടംപോലെ കൊടുക്കുന്നു, അങ്ങനെയാണോ? അതെയോ കരിഞ്ഞു പാടി നിൽക്കുന്ന ഒരു ചെടി പോലെയാണോ? അതെയോ വല്ലപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലാവസ്ഥ പോലെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മനസ്സിലെ വികാരം ഏതിന് തുല്യമാണ്? അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തോന്നുന്ന മറ്റൊരു മെറ്റാഫോർ ഞാനിപ്പോഴും ഉണ്ടാക്കണം. അതെങ്ങനെയായിരിക്കണം? എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് അബണ്ടൻസ് ഫീലിംഗ് വരുന്ന ഒരു മെറ്റാഫോർ എങ്ങനെയായിരിക്കും? അത് മനസ്സിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് തോന്നുന്നത്. അബണ്ടൻസ് ഫീലിംഗ്, സമൃദ്ധിയുടെ ഒരു ഫീലിംഗ്, സമൃദ്ധിയുടെ വികാരം. ആ സമൃദ്ധിയുടെ വികാരത്തിൽ തന്നെയാണ് നിലനിൽക്കട്ടെ. ഞാൻ എപ്പോഴും, എല്ലാ ദിവസവും, എല്ലാ സമയത്തും 24 മണിക്കൂർ ഈ ഒരു സന്തോഷത്തിലായിരിക്കട്ടെ.
നിങ്ങളുടെ ശ്രദ്ധ ചുറ്റുപാടുകളിലേക്ക് പോട്ടെ. ഇരിക്കുന്ന കസേര, ഫാനിന്റെ കാറ്റ്, ഇതിലേക്ക് ശ്രദ്ധ പോട്ടെ. ഇനി മനസ്സിൽ 1 മുതൽ 5 വരെ എണ്ണിയിട്ട് സാവകാശം കണ്ണു തുറക്കുക. 2 കൈയും തിരുമ്മിയിട്ട് കണ്ണിന്റെ മുകളിൽ ഒന്ന് വയ്ക്കുക. സാവകാശം കണ്ണു തുറക്കുക.